എന്റെ ഭാവി ജീവിതം നന്നാവണമെന്ന് കരുതിയാ എന്നോട് പോകാൻ പറഞ്ഞത്. പക്ഷെ എന്നെ പറഞ്ഞു വിട്ടിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ കുറ്റബോധത്തോടെ ജീവിക്കേണ്ടി വന്നാന്. വെറും പാവമായിരുന്ന എന്റെ അച്ഛന്റെ മരണത്തിന് കാരണം ഞാനായാനെ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇനി എന്ത് വന്നാലും ശരി ധൈര്യമായിട്ട് മുന്നോട്ട് പോണം. വീട്ടിലോട്ട് വാ. എന്തിന് ഇപ്പൊ എന്റെ കൈ പിടിച്ച് തിരിച്ചു കൂട്ടിക്കൊണ്ട് പോയി ആ കാട്ടുമാക്കാനെ കൊണ്ട് കെട്ടിക്കാൻ പോവാണോ? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് കാട്ടുമാക്കാനല്ലോ, വിജയ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അവൻ കാട്ടുമാക്കാനാ. അവന്റെ പേര് അത്ര സ്റ്റൈലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്റ്റൈൽ എന്ന വാക്കിനെ അപമാനം. അതെ, ഞാൻ അവന്റെ പേര് മാത്രമേ പറഞ്ഞോളൂ, അത്രേ ഉള്ളൂ. അതിന് നീ ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീങ്ങ് വാ. അത് വിജയുടെ കാറാണല്ലോ. നമ്മളെ രണ്ടുപേരും ഇനി ഒന്നിച്ച് കണ്ടാലേ അത് മതി അടുത്ത പ്രശ്നത്തിന്. നീ വാ. ചേട്ടനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? നീ വന്നേ. ഇത് ഗൗതമിന്റെ വണ്ടി പോലെ ഉണ്ടല്ലോ. ഇവിടെ വീട്ടിലിരിക്കുന്നവൻ എന്താ ഇവിടെ? അവന്റെ ആണോ ഇനി അതുപോലെ വേറെ വണ്ടിയാണോ? ചേട്ടാ എന്താ ഈ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ കെട്ടാൻ പോകുന്നതേ അവനുണ്ടല്ലോ. നിന്നെ വിശ്വാസമില്ലാത്തോണ്ട് നിന്നെയും തേടി ഇറങ്ങിയിരിക്കുക. നിന്നെ ഇവിടെ കണ്ടാലേ പ്രശ്നത്തിന് അത് മതി. അതാ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെയാണോ? കാണുന്നെങ്കിൽ കാണട്ടെ. ചേട്ടനും മുറപ്പെണ്ണും ഒരുമിച്ച് കൈയും പിടിച്ച് നിൽക്കുന്നത് കണ്ട് നെഞ്ചു പൊട്ടി ചാകട്ടെ. അങ്ങനെയെങ്കിലും ആ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഇതൊന്നും എന്റെ അടുത്തല്ല പറയേണ്ടത്, നിന്റെ വീട്ടിലോട്ട് പോയി പറ. അവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തോണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഈ കഥയൊന്നും നീ എന്നോട് പറയണ്ട. ഇതൊക്കെ നിനക്ക് വീട്ടിൽ പറയാൻ ധൈര്യമില്ലാത്തോണ്ട് ഈ നാട് വിട്ട് തന്നെ പോകാതിരിക്കായിരുന്നില്ല നീ. ലക്ഷ്മിയെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ കട്ട് ചെയ്യുകയാണല്ലോ. അവളെന്ത് ബിസി ആയിരിക്കുമോ? ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം. ലക്ഷ്മി ആരോ വിളിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്യാത്തത്. ആരായിരിക്കും അത്? എന്താ ഇത്? വരദരാജനെയും അവൻ്റെ അമ്മയും ആരെയും കാണുന്നില്ലല്ലോ. 10 മിനിറ്റിനകം വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടും കാണുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നത്? പെണ്ണിന്റെ കാര്യം വിട്. നമ്മുടെ ചെറുക്കൻ പുറത്തു പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. നോക്കൂ, മഞ്ഞൾ പൊടിച്ചു കഴിഞ്ഞെങ്കിൽ എല്ലാം ഒരുമിച്ച് വെച്ചേക്ക് കേട്ടോ. അവളിപ്പോ വരും, ഇപ്പൊ വരും. നോക്ക് ചേട്ടാ, ഞാൻ ഓടിപ്പോയതൊന്നുമല്ല. ഇവിടെ വിട്ട് പോണോന്ന് ആഗ്രഹിക്കുന്നേ. വീട്ടിൽ ആരോടും പറയാതെ ഒരു പെണ്ണ് ഇറങ്ങിപ്പോയാലേ ഒളിച്ചോടിന്ന് തന്നെയാ പറയുന്നത്. ഒരു പെണ്ണിനെ കാണാതായാലേ നാട്ടുകാരെന്തൊക്കെ പറയും നിനക്കറിയോ? അതൊക്കെ എവിടെ അറിയാം. അങ്ങനെ ആരും ഒന്നും വിചാരിക്കില്ല. അതെ, പെണ്ണുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഞാനൊരു പെണ്ണല്ലെന്നോ? ഇനി ഡ്രസ് കണ്ട അറിയില്ലേ?
ഈ പൂവ്, ഈ വള. ഒന്ന് നിർത്ത്. നീ പെണ്ണെന്ന് തെളിയിക്കാനായിട്ടെ ഈ വളയും മാലയൊന്നും പൊക്കി കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വേറെന്താ കാണണ്ടേ? എന്റെ തലയിലെ പൂവല്ലേ നോക്കാറ്, എന്റെ ഡ്രസ്സല്ലേ നോക്കാറ്. എന്നിട്ട് പോവാ നിന്ന് എന്നെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നീ എന്തിനാണ് ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നേ? അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാ ഞാൻ. നിങ്ങൾക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാനും ടെൻഷൻ അടിക്കണമെന്നാണോ? എവിടെ പോയിരിക്കും? ഏട്ടാ, മോനെ ഒന്ന് വിളിച്ചു നോക്ക്. ആ ഹലോ അച്ഛാ, നീ എവിടെയാ? ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പുറത്തു വന്നതാ. വീട്ടിലിവിടെ ഫംഗ്ഷൻ നടക്കുന്നു, നീ പുറത്തു പോയെന്നോ? അത് ശിവാനി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഓഹ് ഡാ, ക്ഷേത്രത്തിലൊന്നും പോയില്ലടാ. ആരോ പറയുന്നത് കേട്ട് നീ പുറത്ത് കറങ്ങി നടക്കുകയാണോ? പെണ്ണ് റെഡിയായി വരും, നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. ആ ശരി അച്ഛാ. അവര് ക്ഷേത്രത്തിൽ പോയെന്ന് പറയുന്നു, അച്ഛൻ പറയുന്നു വീട്ടിലുണ്ടെന്ന്. ആ ഹലോ. സോറി ലക്ഷ്മി. നിങ്ങളുടെ സോറി ഇവിടെ ആർക്കും ആവശ്യമില്ല. എന്റെ ഏട്ടൻ നിങ്ങൾ എല്ലാരും കൂടെ കഷ്ടപ്പെടുത്തിയില്ലേ? നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അച്ഛനും അമ്മയും പറഞ്ഞത് നീ കാര്യമായിട്ടെടുക്കണ്ട. ഞാൻ അവരെ എതിർത്തുകൊണ്ട് നിന്നെ കല്യാണം കഴിച്ചാലോ എന്ന് വിചാരിക്കുക. ഒന്ന് നിർത്തുന്നുണ്ടോ? അച്ഛനും അമ്മയും തള്ളി പറഞ്ഞ ഒരാള് നാളെ എന്നെ വേണ്ടെന്ന് വെക്കില്ലെന്ന് എന്ത് ഉറപ്പാണുള്ളത്? മേലിൽ എനിക്ക് ഫോൺ ചെയ്യരുത്. ലക്ഷ്മി, ലക്ഷ്മി, ഹലോ ഹലോ ലക്ഷ്മി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ ലക്ഷ്മി? നീ എന്നെ നോക്കിയിട്ട് അവിടുന്ന് പോയപ്പോ തന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വരണമെന്ന് പറയാതെ പറയുന്നത് പോലെ തോന്നി. നിക്ക് ലക്ഷ്മി, നിനക്ക് വേണ്ടിയിട്ടാ. ഞാൻ ഈ സാരി വാങ്ങിട്ട് വന്നത്. ഇത് നീ ഒന്ന് ഉടുത്താ കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ? അല്ലെങ്കിൽ തന്നെ നീ നല്ല സുന്ദരിയാണ്. ഇതുപോലുള്ള സാരി നിന്റെ പാദം മുതൽ ശരീരത്തിന്റെ മുകളറ്റം വരെ തഴുകി തലോടി വന്നാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ? ഇതാ വാങ്ങിക്ക് ലക്ഷ്മി. വേണ്ട. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സാരി കൊടുക്കുമ്പോ വേണ്ടെന്ന് പറയാൻ പാടില്ല. ഇതാ വാങ്ങിക്ക. എന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, എനിക്ക് വാങ്ങാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാൻ നിനക്ക് ഉടുപ്പിച്ചു തരട്ടെ? എന്താ ലക്ഷ്മി, ഷോക്കായി പോയോ? പേടിയുണ്ടോ? അതോ നാണമാവുന്നോ? നീ ഇപ്പോ ഉടുത്തിരിക്കുന്ന ഈ സാരി അഴിച്ച് മാറ്റിയിട്ട് ഈ സാരി ഉടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഓഫ് കോഴ്സ്, നമ്മുടെ കല്യാണത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരായി നമുക്ക് എത്ര വേണമെങ്കിലും സ്നേഹിക്കാം. ഇപ്പൊ കുറച്ച് ക്ഷമയോടെ ഇരിക്കണമെന്നും ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നടക്കണമെന്നും നീ
പറയുന്ന എനിക്ക് നന്നായിട്ടറിയാം. ലക്ഷ്മി, ലക്ഷ്മി, അത് ലക്ഷ്മിക്ക് വേണ്ടി ഞാൻ മൈലാഞ്ചി കൊണ്ടുവന്നതാ. എന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, എനിക്ക് വാങ്ങാൻ പറ്റില്ല. ലക്ഷ്മി, വാ, ഇതിട്ട് തരാം. എന്താ മോനെ അങ്ങനെ നോക്കുന്നേ? ലക്ഷ്മിയുടെ കയ്യില് മൈലാഞ്ചി ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതിരുന്നിട്ടും ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് എന്നെ നീ കളിപ്പിക്കായിരുന്നല്ലേ? നിനക്ക് മൈലാഞ്ചി ഞാൻ ഇട്ടു തരാൻ ലക്ഷ്മി. അത് നല്ല പോലെ ചുവന്നു കഴിഞ്ഞാൽ നിന്റെ ഭാവി ഭർത്താവായ ഞാൻ വളരെ നല്ല മനുഷ്യനാണെന്ന് നിനക്ക് എല്ലാവരോടും പറയാലോ. അത് ചുമന്നാലും ചുമന്നില്ലെങ്കിലും മോനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ലവനായതുകൊണ്ടല്ലേ നിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും വാക്കെതിർത്ത് ലക്ഷ്മി നീ കല്യാണം കഴിക്കാൻ പോകുന്നത്. സത്യമാണ് ലക്ഷ്മി, നിനക്ക് വേണ്ടി ഞാൻ ഈ പ്രപഞ്ചത്തെ തന്നെ എതിർത്ത് നിൽക്കും. ശിവാനിയെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ ഏട്ടൻ പോയത്, പക്ഷെ ഇതുവരെ കണ്ടില്ലല്ലോ. അതെ, ശരി, എവിടെയാ ഉള്ളതെന്ന് ഒരു കോള് പോലും ചെയ്തില്ലല്ലോ. രാവിലെ പോയതാന്നല്ലേ പറഞ്ഞത്, ഇനി കണ്ടുപിടിക്കാൻ പറ്റുമോ? ശിവാനിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്തോ. എല്ലാ പ്രശ്നം അവസാനം ഏട്ടന്റെ തലയിലാവും. ലക്ഷ്മിച്ചിയുടെ വിവാഹത്തിന് ഒരു തടസ്സം ഉണ്ടാവരുത്. ഈശ്വരനോട് ഞാൻ അതാ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് പതുക്കെ പോ ചേട്ടാ, ഇത്ര സ്പീഡ് എന്തിനാ? നീ ഒളിച്ചോടിയപ്പോഴേ ഇതിനേക്കാളും വലിയ സ്പീഡിലാണല്ലോ ഒളിച്ചോടിയത്. ഞാൻ ഇത്ര സ്പീഡിൽ പോയിട്ട് പോലും നിനക്ക് പറ്റുന്നില്ല അല്ലേ? ഇപ്പൊ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാൽ എന്റെ മാനം പോയില്ലെന്നാണോ? നീ തിരിച്ചു വരുമ്പോഴേ വാദ്യമേളത്തോടെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ? പിന്നെ എന്നെ എങ്ങനെ കൊണ്ടുപോകുന്ന? നീ എങ്ങനെയാ വന്നേ? മതിൽ ചാടി ഇറങ്ങിയത്. അപ്പൊ അതുപോലെ മതിലാടിയാ മതി, നിനക്ക് ശീലമുണ്ടല്ലോ. ദേ നോക്ക്, എന്നെ വെറുതെ കളിയാക്കിയാലുണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കുന്നില്ല. നീ കാണിച്ചു കൂടുന്ന കാര്യങ്ങൾക്കേ ഇങ്ങനെയൊന്നും പറഞ്ഞാ പോരാ. നീ വെറുതെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വന്ന് ചാട്. ചെല്ല്. എന്താ തമാശയാണോ? മതില് കാണിച്ചിട്ട് പോവാനൊക്കെ പറയുന്നു. എടുത്ത് ചാടങ്ങോട്ട്. എന്തിനാ ചേട്ടാ, മുൻവശത്തു കൂടി പോയ പോരെ? കൊള്ളാം, ചെറുക്കന്റെ വീട്ടുകാരെ ഉമ്മറത്ത് നിന്നെയും കാത്തിരിപ്പുണ്ട്. നീ സമയം കളയാതെ ചെല്ല്. ഇത്രയും വലിയൊരു മതില് കയറുന്നത് പാടല്ലേ? ഒരു സ്റ്റൂള് വേണം ചേട്ടാ. നിന്റെ മാമന്റെ കസേര കൊണ്ടുവരട്ടാ ഞാൻ. കേറി പൊടി. ദേ നോക്ക്, ഇങ്ങനെയൊക്കെ പെരുമാറിയാ ഞാൻ ഒച്ച വെക്കും കേട്ടോ. ഒന്ന് തന്നാണ്ടല്ലോ. നിങ്ങൾ പെൺകുട്ടികളെ അടിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലേ നിന്നെ അടിക്കും. ചേട്ടാ, ഞാനൊരു പെണ്ണല്ലാന്ന് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ശിവാനി, നീ ആ വാ അടച്ച് മര്യാദയ്ക്ക് മതിലാണോ? ചേട്ടോ, കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ നിന്നെ സഹായിച്ചോളാം, കേറ്. ചേട്ടാ, ഞാൻ കേറിക്കോളാം. കേറ്. അയ്യോ,
നടക്ക്. നിന്റെ ബാഗ് പിടി. വാ വാ ഇങ്ങോട്ട്. വാ വാ. വിട്ട് ദൂരേക്ക് പോകാന്ന് കരുതിയല്ലേ? ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം തകർക്കാൻ നോക്കുന്നോടി. എടാ നിൽക്കടാ. ആദ്യം നടക്കാനുള്ള ചടങ്ങ് നടക്കട്ടെ. ഗീതാകുമാരി പോയി അവളെ ഒരുക്കാൻ നോക്ക്. നമ്മളിവിടെ തമ്മിലടിച്ച് വഴക്കുണ്ടാക്കിയാൽ മറ്റുള്ളവർക്ക് സംശയം തോന്നും. വാ. ശിവാനിയുടെ കല്യാണത്തിന് ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും നീ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഓർമ്മയിരിക്കട്ടെ. ആ വാക്ക് നീ പാലിച്ചു. സബാഷ് ഗൗതം. വാ മക്കളെ. ശിവാനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമേ? അവൾ അങ്ങനെ ചെയ്യില്ല വരദരാജ. അവളെ ആ ഗൗതം അതിനനുവദിക്കുകയുമില്ല. നീ ആവശ്യമില്ലാതെ പുറത്തേക്ക് പോയി. കല്യാണ പെണ്ണെ എന്ത് സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിരിക്കാൻ നോക്കിയേ. അമ്മേ, ഗണപതി പൂജ ആരംഭിക്കാൻ പോകുകയാണ്. ഈ വിവാഹത്തിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ലെന്നും വിഘ്നേശ്വരൻ അനുഗ്രഹിക്കണമെന്നും മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ടിരിക്കുക.
അമ്മയെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മായിയുള്ളിടത്തേക്ക് എൻ്റെ ലക്ഷ്മി മരുമകളായിട്ട് ചെല്ലാൻ പോവുക. പക്ഷേ ശിവാനി മാത്രം ഇഷ്ടമില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവുക. എൻ്റെ സഹോദരിയുടെ ജീവിതം നല്ലതാകാൻ വേണ്ടി എങ്ങനെയെങ്കിലും ശിവാനിയുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ മനസ്സിലാതെ ആഗ്രഹിച്ചു പോകും.